നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമാതുറ ബീച്ചിൻ്റെയും അതുപോലെ തന്നെ ആ കായലും കടലുമായിട്ട് ചേരുന്ന സ്ഥലത്തിൻ്റെ ഇടയ്ക്കാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ പുതിയ മാരുതി സുസുക്കി വിക്ടോറിസ് VXi CNGയുടെ റിവ്യൂ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വണ്ടി എടുത്തിട്ട് 5000 കിലോമീറ്ററിന് ശേഷം വണ്ടിയുടെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം വണ്ടി നമ്മൾ എടുത്ത ഉടനെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുത്ത് അതിൻ്റെ കുറച്ച് ഓടിയതിന് ശേഷം അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 5000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നത്. മാരുതി സുസുക്കി ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വണ്ടിയാണ് മാരുതിയുടെ വിക്ടോറിസ് എന്ന് പറയുന്നത്. അതിൽ 10 ലക്ഷം രൂപ മുതൽ ഏകദേശം 23 ലക്ഷം 24 ലക്ഷം രൂപ വരെയുള്ള വണ്ടി ഇതിൻ്റെ ഈ സെയിം മോഡൽ വണ്ടി അവൈലബിൾ ആണ്. അതിൽ CNG ഓപ്ഷനിൽ 3 വേരിയൻ്റാണ് ഉള്ളത്. VXi, LXi, ZXi. അതിൽ രണ്ടാമത്തെ വേരിയൻ്റായിട്ടുള്ള VXi വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് ഈ വണ്ടിയെക്കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. CNG വണ്ടി ആയതുകൊണ്ട് തന്നെ CNG ബാഡ്ജിങ്ങോടുകൂടിയാണ് വണ്ടി വന്നിരിക്കുന്നത്. ഇത് വണ്ടിയുടെ ഫ്രണ്ടിൽ CNG ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ റിവ്യൂ പലപ്പോഴും നമ്മൾ കണ്ടുള്ളതനുസരിച്ച് ഇതിൻ്റെ CNGയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിക്കി ഒരു നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിക്കി അതിൻ്റെ CNG ടാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഒരുപാട് വീഡിയോസൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ ഈ അടിവശത്തായിട്ടാണ് ഇതിൻ്റെ ഡിക്കിയിൽ അതിൻ്റെ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇതിൻ്റെ CNG ടാങ്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മറ്റ് വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാരുതിയുടെ മറ്റ് വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിക്കി നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് വിറ്റാരയൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണ്. ഏകദേശം ഇന്നോവയൊക്കെ പോലെ തന്നെ നല്ല നീളമുള്ള വണ്ടിയാണ് വിക്ടോറിസ് എന്ന് പറയുന്നത്. നല്ല ഡിക്കി സ്പേസ് ആണുള്ളത് വിക്ടോറിസിന്. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് 1.5 ഇഞ്ചിൻ്റെ നമ്മുടെ 1.5 cc എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഇത് സെയിം എഞ്ചിനാണ് ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. വളരെ ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണിത് വിക്ടോറിസ് എന്ന് പറയുന്നത്. മാരുതി സുസുക്കിയുടെ ഒരു പുതിയ ഡിസൈനാണിത്. നിൽക്കുന്ന ഈ സ്ഥലം വളരെ അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ബോട്ടുകളൊക്കെ തന്നെ മീനെല്ലാം പിടിച്ച് കരയിലേക്ക് പോകുന്ന കാഴ്ച വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ വെച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. വണ്ടിയുടെ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ വണ്ടി CNGയിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 25 കിലോമീറ്ററാണ് കമ്പനി, 26 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. നമുക്കൊരു 25 കിലോമീറ്ററൊക്കെ നോർമൽ സിറ്റി റൈഡിൽ നമുക്ക് കിട്ടും. നമുക്ക് 10 ലിറ്ററിൻ്റെ 10 കിലോയുടെ ലിറ്ററല്ല കിലോയുടെ ടാങ്കാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഈ 10 കിലോയിൽ ഏകദേശം ഒരു 8 കിലോയോളം നമുക്ക് CNG അടിക്കാൻ പറ്റും. അപ്പോൾ 8 കിലോ അടിച്ചാൽ നമുക്കൊരു 200-225 കിലോമീറ്റർ വരെ നമുക്ക് ഇതിൽ പോകാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസ് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നായിരുന്നു വീൽ കപ്പ്, പിന്നെ ഈ ഡോർ സ്റ്റെപ്പ്, ഈ കാണുന്ന ഡോർ സ്റ്റെപ്പ്, ഇതെല്ലാം നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ആക്സസറീസിൻ്റെ മാത്രം ഒരു വീഡിയോ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ അകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് പൊസിഷനാണുള്ളത്. പിന്നെ ഒരു നമ്മുടെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം വലുതാണ്. ഇതിൻ്റെ ZXi പ്ലസ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ വലിയ മ്യൂസിക് സിസ്റ്റമാണുള്ളത്. കുറച്ചും കൂടെ നന്നായിരുന്നു. പിന്നെ CNG വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ മാനുവൽ ട്രാൻസിറ്റിംഗ് സിസ്റ്റമാണുള്ളത്, ഓട്ടോമാറ്റിക് ഇല്ല. പിന്നെ ബാക്കിയുള്ള ക്രൂയിസ് കൺട്രോൾ, ബാക്കി അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. മാനുവൽ വണ്ടിയാണ് വരുന്നത് CNG വണ്ടിയിൽ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടിയുടെ വ്യൂ ഇതാണ്. പിന്നെ ബാക്കിൽ നമ്മുടെ ഫ്രണ്ടിലെ 2 സൈഡിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡ്രൈവറുടെ സീറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡോർ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഇത് അഡീഷണൽ ആക്സസറി ഫിറ്റ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മുടെ ഓൾറെഡി വണ്ടിയിൽ വരുന്നതല്ല, രണ്ടാമത് നമ്മൾ ചെയ്ത സംഭവമാണ് വരുന്നത്. ഇത് നമ്മളെ ബാക്ക് സീറ്റിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് സീറ്റിൻ്റെ ഒരു വ്യൂ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്ക് സീറ്റിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ബാക്ക് സീറ്റിലുണ്ട്. നമുക്ക് കയറാനും ഇറങ്ങാനും ഒന്നും വേറെ വിഷയമൊന്നുമില്ല. നന്നായിട്ട് വണ്ടിയിലകത്തേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ്
നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിക്ടോറിയസ് മേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ട് ലെവലുള്ള വണ്ടിയാണ്. നല്ല നീളമുണ്ട്, നല്ല ഡിക്കി സ്പേസ് ആണ്. നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ കൂടെയുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെങ്ത് വളരെ കൂടുതലാണ്. ഡിക്കി സ്പേസ് നല്ലതാണ്. ഇഷ്ടംപോലെ സാധനം നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കംഫർട്ട് ലെവൽ, ഓടിക്കാനും ബാക്കി നല്ല കംഫർട്ട് ലെവലാണ്. പ്രൈസിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ മുതൽ 23 ലക്ഷം രൂപ വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ VXI CNG വെർഷൻ, ഈ വെർഷൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 16,50,000 രൂപയ്ക്ക് അടുപ്പിച്ച് വരും ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ അതിന് നമുക്ക് ഈ വണ്ടി ഒരു വെർത്തായിട്ടുള്ള വണ്ടിയാണ്. ഇനി 2 കാര്യങ്ങൾ ഇതിൻ്റെ നെഗറ്റീവായിട്ട് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് വണ്ടിയുടെ പുള്ളിങ് ആണ്. CNG ഓഫ് കോഴ്സ് ഒരു പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ പെർഫോമൻസ് CNG നമ്മൾ പ്രതീക്ഷിക്കരുത്. CNG വണ്ടി മറ്റൊരു കാറ്റഗറി വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡീസൽ വണ്ടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസ് ലെവല് CNG വണ്ടിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചില സമയത്ത് വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ വണ്ടി ചിലപ്പോൾ ഒന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ പെട്രോൾ മോഡിലിട്ടൊന്ന് കയറ്റുക. അത് സ്വാഭാവികമായിട്ടും ജെനുവിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എൻ്റെ കയ്യിൽ ഇരുന്ന ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റിൻ്റെ. ആ ഡീസൽ സ്വിഫ്റ്റിൻ്റെ ഒരു ഹൈ ലെവൽ പുള്ളിങ് ഒന്നും നമ്മൾ കയറ്റത്തിൽ പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമ്മൾ പെട്രോളിലിട്ട് ആ സാഹചര്യത്തിൽ കയറ്റുക. പിന്നെ മൈലേജ് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. ഒരു 25 കിലോമീറ്റർ എന്തായാലും കിട്ടും. ഇപ്പോൾ നമ്മുടെ CNG വില 90 രൂപയാണ്. 90 രൂപയ്ക്ക് നമുക്കൊരു 25 കിലോമീറ്റർ മൈലേജ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഇതാണ്ട് ഈ കാണുന്ന ഇതെല്ലാം ആക്സസറീസിൽ വരുന്നതാണ്. ഇത് ആക്സസറിയാണ്. ഇതിനെല്ലാം ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. ഇത് ആക്സസറിയിൽ വരുന്നതാണ്. ഇതൊന്നും വണ്ടിയുടെ കൂട്ടത്തിൽ വരുന്ന VXIയിൽ വരുന്ന വേരിയൻറ്റിൽ വരുന്നതല്ല, അല്ലാതെ ആക്സസറി പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇതിനില്ല. VXI വണ്ടിയാണെങ്കിൽ ഇതിന് ഫോഗ് ലാമ്പ് ഇല്ല. രണ്ടാമത് ഫിക്സ് ചെയ്ത ഫോഗ് ലാമ്പാണിത്. പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ സ്പീക്കറുള്ളൂ, ബാക്കിൽ സ്പീക്കറില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനത് കുറേ അന്വേഷിച്ച് നടന്നു. ഈ സ്പീക്കർ ഉണ്ടെന്ന് ആദ്യം എൻ്റെ അടുത്ത് എക്സിക്യൂട്ടീവ് പറഞ്ഞു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ സ്പീക്കർ ഇല്ലായിരുന്നു. പിന്നെ അത് വെക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് തന്നെ ധാരണയില്ലായിരുന്നു. പുതിയ വണ്ടിയാണ്, 2ാമത്തെ വണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ധാരണയില്ലായിരുന്നു. അപ്പോൾ ബാക്കിൽ 2 സ്പീക്കേഴ്സ് ഇല്ല. ഫ്രണ്ടിൽ 2 സ്പീക്കറും 2 ട്യൂട്ടറും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 2 സ്പീക്കർ 2 ട്യൂട്ടറും ഉണ്ട്. ബാക്കിൽ വെച്ചേക്കുന്ന സ്പീക്കർ അഡീഷണൽ ആയിട്ട് വെച്ചാണ്. ഇവിടെ ഒരു സ്പീക്കർ, പിന്നെ നമ്മുടെ ട്യൂട്ടർ. ആ സൈഡിലും ഉണ്ട്, സ്പീക്കറുണ്ട്, ട്യൂട്ടറും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരുപാട് പേര് റിവ്യൂ നടത്തിയിട്ടുള്ള എയർ പ്യൂരിഫയിങ് സിസ്റ്റം ആണല്ലോ. ഇത് കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ ഒരെണ്ണം മേടിച്ച് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഗുഡ് എയറിൻ്റെ എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം. അത് കൊള്ളാം, നല്ല സാധനമാണ്. പേഴ്സണലി എൻ്റെ 2 വണ്ടിയിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. നല്ല സജസ്റ്റ് ചെയ്യുന്നൊരു വണ്ടിയുടെ ഏറ്റവും നല്ല ഒരു എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഗുഡ് എയറിൻ്റെ എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം. നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ആക്സസറീസും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി മേടിക്കുന്നിടത്ത് തന്നെ ചെയ്യുക. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സോക്കോൾഡ് ഫോഗ് ലാമ്പ് പ്രൈസ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ വിലയെന്ന് പറയുന്നത് സർവീസ് സെൻറ്ററിലെ വിലയുടെ 3 ഇരട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ മാരുതിയുടെ ആക്സസറീസിൻ്റെ വിലയൊന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വെളി ചെയ്യും. മാത്രമല്ല, അതിൻ്റെ ഈ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാർട്ടൊക്കെ ഇല്ലേ, അത് സെറ്റോട് കൂടി നമുക്ക് കമ്പനിയിൽ നിന്ന് വരികയും അങ്ങനെ തന്നെ അതിന് കണക്കാക്കി ഫിറ്റ് ചെയ്യുകയും ചെയ്യും. അല്ല, നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഡ്രില്ല് ചെയ്ത് ഹോൾ അടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ സർവീസ് സെൻ്ററല്ല ആക്സസറി ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ചെയ്യുന്നത്. അതിൻ്റെ ആ പാർട്ടോട് കൂടി ജെനുവിൻ ആക്സസറി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇത് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത ആക്സസറിയാണ്. ഇതൊന്നും വണ്ടിയുടെ കൂടെ വരുന്നതല്ല, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. റൂഫ് റൈൽ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ ജനറലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള റിവ്യൂ. ഓവറാൾ പെർഫോമൻസ് വൈസ് വണ്ടി വളരെ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. 1.5 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പെർഫോമൻസ് ഉണ്ട്. പിന്നെ CNG എന്ന് പറയുന്ന ഇന്ധനം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എക്കണോമിക്കലായിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പം ആ എക്കണോമിക്കൽ പാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ബെനിഫിറ്റാണ്. ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ വണ്ടി എടുക്കുക. പിന്നെ CNGയുടെ സ്റ്റേഷൻസ് സെർച്ച് ചെയ്യുന്ന ആപ്പുണ്ട്, നൗഗാത്തിയൊക്കെ പോലത്തെ ആപ്പുകൾ. ആ ആപ്പ് വഴി നമ്മൾ CNG സ്റ്റേഷൻ നമ്മളൊന്ന് തപ്പിയെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് പോവുക, തീരുന്നവരെ ഇത് ചെയ്യാതെ.
പിന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ CNGയുടെ വാണിംഗ് അതുപോലെ തന്നെ പെട്രോളിൻ്റെ വാണിംഗ് ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് VXi CNG എന്ന് പറയുന്ന നമ്മുടെ വണ്ടിയുടെ റിവ്യൂ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ പേഴ്സണലി എനിക്ക് വണ്ടിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് വളരെ നല്ല വണ്ടിയാണ്, വളരെ നല്ല ഡിസൈനാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഫുള്ളി ഹൈബ്രിഡ് ഓപ്ഷനും CNG ഓപ്ഷനും തമ്മിൽ ഏകദേശം ഒരു 6 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഫുള്ളി ഓപ്ഷനും നിങ്ങൾക്ക് കമ്പനി പറയുന്നത് 26 കിലോമീറ്ററാണ് ബാറ്ററി ഹൈബ്രിഡിൻ്റെ വണ്ടിക്ക് പറയുന്നത്. ഇതിന് 16 ആണ് വില. നമുക്കതേ പെർഫോമൻസ് നമുക്കിതിലും കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ ഒരു വണ്ടി എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പെരുമാതുറയിൽ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതാണ് കാഴ്ച. പെരുമാതുറ പാലമാണിത്. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകുന്നത് വർക്കല, 5 തെങ്ങ്, കോട്ടയൊക്കെ പോകുന്ന റോഡാണ്. നമ്മുടെ കടലിൻ്റെ ഏരിയ അതാണ്ട് കാണുന്നു. കായൽ ഇതാ വന്ന് കയറുന്നതാണ്. അപ്പോൾ ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ തൽക്കാലത്തേക്കൂടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.